നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ. ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാക്കരുതു ചിത്താംബുജം മമ തവാസ്ഥാനരംഗമിതു തത്രാഭിനിത്യവുമൊരിക്കാലിരുന്നരുൾക സത്യസ്വരൂപ ഹരി നാരായണായ നമ. നാരായണായ നമ ഹരിനാമ കീർത്തനം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. ഭഗവത് ഭക്തി നിരന്തരം വർദ്ധിക്കാനായി എൻ്റെ ഹൃദയത്തിൽ സദാ കുടികൊണ്ട് ഹൃദയമലങ്ങളെ ശുദ്ധീകരിച്ചു തരണേ എന്നാണ് 60-ാം പദ്യത്തിൽ അപേക്ഷിക്കുന്നത്. 60-ാം പദ്യം. ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത് ചിത്താംബുജം മമ തവാസ്ഥാനരംഗമിത് തത്രാഭിനിത്യവുമൊരിക്കാലിരുന്നരുൾക വിശ്വൈകവന്ദ്യ ഹരിനാരായണായ നമഃ. മമ ചിത്താംബുജം, എൻ്റെ ഹൃദയപദ്മം, ഷഡ്വൈരികൾക്ക് കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം എന്നീ 6 ആത്മശത്രുക്കൾക്ക് വിളയാട്ടത്തിനാക്കരുത്, കൂത്തരങ്ങാക്കി തീർക്കരുത്. ഇത് ഈ ചിത്തപദ്മം തവ ആസ്ഥാനരംഗം, ഭഗവാന് ഇരുന്നരുളുവാനുള്ള സ്ഥലമാണ്. തത്രാപി, അവിടെയും നിത്യവും ദിവസേന ഒരിക്കലെങ്കിലും ഇരുന്നരുൾക, എനിക്ക് കാണത്തക്ക വിധം ഇരുന്നരുൾക. വിശ്വൈകവന്ദ്യ, ലോകം മുഴുവൻ ഭജിക്കുന്ന ഭഗവാനെ ഹരിനാരായണായ നമഃ. ഹരിനാരായണനായ അങ്ങയ്ക്ക് നമസ്കാരം. ലോകം മുഴുവൻ ഭജിക്കുന്ന അല്ലയോ ഭഗവാൻ, എൻ്റെ ഹൃദയപദ്മം കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം എന്നീ 6 ആത്മശത്രുക്കൾക്ക് കൂത്തരങ്ങാക്കി തീർക്കരുത്. ഭഗവാന് ഇരുന്നരുളുവാനുള്ള സ്ഥലമാണിത്. ദിവസേന ഒരിക്കലെങ്കിലും എനിക്കു കാണത്തക്ക വണ്ണം അവിടെ ഇരുന്നരുൾക. ഹരിനാരായണന് നമസ്കാരം. ഷഡ്വൈരികളും ചിത്തവും. ബോധസ്വരൂപനായ ഭഗവാനെ പ്രത്യക്ഷമായി കണ്ടെത്താനുള്ള ഇടമാണ് ചിത്തം. കാമക്രോധാദികൾ ശത്രുക്കൾ അവിടെ താമസമായാൽ ഭഗവാന്റെ സാന്നിധ്യം ഒരിക്കലും അനുഭവപ്പെടുകയില്ല. മാത്രമല്ല ഇരുട്ടിലേക്ക് പതിക്കാനും ഇടവരും. ഭഗവാൻ ഗീത 2-ാം അധ്യായത്തിൽ പറയുന്നത് നോക്കുക. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷുപജായത്തെ സംഗാത് സഞ്ജായത്തെ കാമഃ കാമാത് ക്രോധോഭിജായത്തെ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഗീത 2:62-63. ലോകവിഷയങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവന് അവയിൽ പ്രീതി വന്നു ചേരുന്നു. തുടർന്ന് ആ വിഷയങ്ങൾ ലഭിച്ചേ സുഖമുള്ളൂ എന്ന് കരുതി അവയെ അതിയായി ആഗ്രഹിക്കുന്നു. ആഗ്രഹം നിവർത്തിക്കാതെ വന്നാൽ കാമം ക്രോധമായി രൂപാന്തരപ്പെടുന്നു. ആഗ്രഹം നിവർത്തിച്ചാൽ കൈവന്നത് വിട്ടുപോകരുതെന്ന ലോഭചിന്ത രൂപം കൊള്ളുന്നു. ക്രോധലോഭങ്ങളുടെ ഫലമായി ധർമാധർമ്മ ചിന്തയ്ക്ക് ഇടമരുളാതെ മോഹം കടന്നു വരുന്നു. തുടർന്ന് ഞാൻ ആര്, ജീവിത ലക്ഷ്യം എന്ത് എന്ന കാര്യങ്ങൾ മറന്ന് ഹൃദയം മതമാത്സര്യങ്ങൾ കൊണ്ട് നിറയുന്നു. മതമാത്സര്യങ്ങൾ ലക്ഷ്യബോധം നശിപ്പിച്ച് ബുദ്ധിയെ ഇല്ലാതാക്കുന്നു. ബുദ്ധിനാശത്തോടെ സർവനാശം സംഭവിക്കാനും ഇടവരുന്നു. ജ്ഞാനത്തിൻ്റെ പരമശത്രുവായ കാമക്രോധാദി ഷഡ്വൈരികളെ നിരന്തരമായ വസ്തുബോധവും ഈശ്വര സ്മരണയും കൊണ്ടുവേണം അകറ്റാൻ. അതുകൊണ്ടാണ് ദിവസം 1 പ്രാവശ്യമെങ്കിലും പ്രത്യക്ഷമായി
തൻ്റെ ഉള്ളിൽ ഇരുന്നരുളാൻ ആചാര്യൻ ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത്. നിരന്തരമായ ഭഗവത് സാന്നിധ്യം ഉള്ളിലും പുറത്തും സദാ അനുഭവിക്കാനുള്ള എളുപ്പവഴി എന്താണ്? മമത വെടിഞ്ഞ് സർവവും ഭഗവതർപ്പണമാക്കി തീർക്കുകയാണ് അതിനുള്ള എളുപ്പവഴി. അർപ്പണഭാവനാ സ്വരൂപമാണ് ആചാര്യൻ അടുത്ത പദ്യത്തിൽ വിവരിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. നാരായണ സകല സന്താപനാശന ജഗൻ